രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനകത്ത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ രാധ, രാധയുടെ കഥ ചരിത്രത്തിൽ ആദ്യമായി 70 എപ്പിസോഡുകൾ പിന്നിട്ട് 71ാമത്തെ എപ്പിസോഡ് ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം രാധാജി അനുഗ്രഹിച്ചാൽ വന്നിരിക്കും. വ്യാഴാഴ്ച 12 മണിയാകുമ്പോൾ അഷ്ടപതി രാധാജി അനുഗ്രഹിച്ചാൽ വന്നിരിക്കും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. അതേപോലെ തന്നെ ഇതിനകത്ത് ജ്യോതിഷ പങ്ക്തിയുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇട്ട് കഴിഞ്ഞു. അതേ കണക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. 8 എപ്പിസോഡ് വരെ നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കര ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ, ഓച്ചിറ, കരുനാഗപ്പള്ളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം. ഞാൻ കൊല്ലത്തുള്ളതാണ്. പിന്നെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. അവരിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഹോം സ്റ്റേ സൗകര്യങ്ങളെല്ലാം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സേ, നിങ്ങൾ നിശ്ചയമായും ഞാൻ എന്തുകൊണ്ട് രാധാഭക്തനായി, സാധാരണ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെ രാധാഭക്തർ കുറവാണല്ലോ, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് രാധാഭക്തനായി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നിശ്ചയമായും അത് കേൾക്കണം. ഇന്നത്തെ വീഡിയോയുമായി അതിന് വളരെ ബന്ധമുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ ദിവസം ഈശ്വരനെ എങ്ങനെ സാക്ഷാത്കരിക്കാം, ഈശ്വരീയത, ദൈവീകത എങ്ങനെ അനുഭവിച്ചറിയാം എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കാം ദൈവം ഉണ്ടോയെന്ന്. അതിൻ്റെ ഉത്തരമാണ് ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ. അതോടൊപ്പം തന്നെ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പെൺമക്കളൊക്കെ ദൂരെ എവിടെയെങ്കിലും വിട്ട് പഠിക്കുന്നെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും പ്രണയം എങ്ങനെ വിജയിക്കാം, അത് പ്രണയിക്കാനുള്ളൊരു ഉപദേശമല്ല, പ്രണയിക്കാതിരിക്കാനുള്ളതാണ്. നിങ്ങൾ നിശ്ചയമായിട്ടും അത് നിങ്ങൾ കേട്ടിരിക്കണം. അപ്പോൾ നമുക്ക് അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു വരാനായിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വര ചൈതന്യം ലഭിക്കണം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എൻ്റെ ദൈവം രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പിന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽ എന്നും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു എങ്കിൽ, ശാസ്ത്രം തോറ്റെടുത്താണ് നാരായണീയം ജയിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വാദരോഗം ശമിപ്പിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞതാണ്. അത് സമർപ്പിച്ച, അത് സുഖമാക്കിയ, ശമിപ്പിച്ച സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അത് ഇല്ലാതാക്കി തരും, നിസ്സംശയമാണത്. ആ നാരായണീയം അത് അർത്ഥം അറിയണം. കാരണം ഓരോ വാക്കിന് പോലും 1000 അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ സാന്ദ്രാനന്ദ എന്ന് തുടങ്ങുമ്പോൾ സാ എന്ന വാക്കിന് എത്ര അർത്ഥമുണ്ടെന്നറിയാവോ? ശിവൻ എന്നർത്ഥമുണ്ട്, വിഷ്ണു എന്നർത്ഥമുണ്ട്, മനസ്സിലായില്ലേ? പാർവതീദേവി എന്നർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ആ അർത്ഥം അറിഞ്ഞു വേണം നിങ്ങളത് ചൊല്ലാൻ, അപ്പം ഗുണം കൂടും. അപ്പം തിങ്കളാഴ്ച ദിവസം, അടുത്ത തിങ്കളാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഏതിലേക്ക് കടക്കുകയാണ്? നാരായണീയത്തിൻ്റെ ക്ലാസ്. അപ്പം നിങ്ങൾ നാരായണീയം ക്ലാസ്സിൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാരായണീയത്തിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കണം. നിങ്ങൾ അടുത്തുള്ള കടകളിൽ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. മിക്കവാറും ഈ DC ബുക്സിലോ അല്ലെങ്കിൽ വിദ്യാരംഭം പബ്ലിക്കേഷൻസിലോ എവിടെ ആയാലും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. നാരായണീയത്തിൻ്റെ ഒരു പുസ്തകം നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിരന്തരമായ ആവശ്യമായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്നത്, ഈശ്വരനെ നിങ്ങൾക്ക് കാണണോ? ഈശ്വരൻ്റെ ചൈതന്യം, അതായത് നിങ്ങൾ ഏത് ദേവനെ അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കുന്നു, ആ ദേവനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? ആ ദേവൻ്റെ ചൈതന്യം നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടോ? അതിന് കാട്ടിൽ പോകേണ്ട, തപസ് ചെയ്യേണ്ട, മരവുരി ഉടുക്കേണ്ട, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. എന്നോട് പലരും പറയാറുണ്ട്, അവർ ഉറക്കത്തിൽ കൃഷ്ണനെ കണ്ടു, ഉറക്കത്തിൽ ആ ദൈവത്തെ കണ്ടു, ഓടക്കുഴൽ വിളി കേട്ടു. സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ തോന്നലുകളാണ്, അല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുന്നതല്ല. ഒറിജിനലി ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടാൽ അതിൻ്റെ പ്രത്യക്ഷ അടയാളമായി ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തന്ന്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അങ്ങനെ നിങ്ങൾ ഉറക്കത്തിലൊക്കെ കാണുന്നതൊന്നും ദൈവീക ദർശനങ്ങളല്ല. ഇപ്പം അതിപ്പോൾ ഉദാഹരണമായിട്ട്, നിങ്ങൾ പകൽ സമയത്ത് നിങ്ങൾക്ക് ഒരാൾക്ക് കടം, നിങ്ങൾ ഒരാളുടെ നിന്ന് കടം വാങ്ങിച്ചു, അയാൾ പറഞ്ഞു നാളെ എൻ്റെ പൈസ തന്നില്ലെങ്കിൽ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് കിടന്നേ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡ് വർക്കൗട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഉണർന്നിരുന്നപ്പോൾ എന്തൊക്കെ സബ് കോൺഷ്യസിലേക്ക് ഇട്ടോ അതൊക്കെ ഉയർന്നു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കടം കൊടുക്കുന്ന ആളിനെ നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കാണും. അതിൻ്റെ അർത്ഥം അയാൾ വന്നെന്നാണ്? അല്ല. ഇതുപോലെ നിങ്ങൾ എപ്പോഴും ദൈവത്തെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉറക്കത്തിൽ നിങ്ങൾക്ക് കൃഷ്ണൻ വന്നു എന്ന് തോന്നും, അല്ലെങ്കിൽ അവിടെ ഒരു നിഴലിറങ്ങിയാൽ അവിടെ കൃഷ്ണൻ നിൽക്കുന്നതായിട്ട് തോന്നും. മനസ്സിലായില്ലേ? അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കൃഷ്ണൻ നിൽക്കുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ ശിവൻ നിൽക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ കൃഷ്ണനെ ബാലരൂപത്തിലാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ കൃഷ്ണൻ്റെ ഒരു ചെറിയ രൂപം നിൽക്കുന്നതായിട്ട് തോന്നും. ഇതൊക്കെ ഭ്രമമാണ്, വെറും ഭ്രമം. നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്നതല്ല. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ കാണണമെങ്കിൽ ചില അടിസ്ഥാന യോഗ്യതകൾ വേണം. ആ യോഗ്യത ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ വെറും സ്വപ്ന ദർശനങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് മൊത്തം ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല, ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്കൊരു തോന്നലായിരുന്നു എന്ന് നിങ്ങൾക്ക് പിടികിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഈശ്വരനുണ്ടോ ഇല്ലയോ, ഇതൊരു വലിയ ചോദ്യമാണ്.
ആർക്കാ? നിരീശ്വരവാദികൾക്ക്. സത്യത്തിൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ, ഇതൊരു വലിയ തർക്ക വിഷയമാണ്. അപ്പം ഞാൻ എൻ്റെ ഹെഡിങ് നിങ്ങൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാം, ദൈവീകത സാക്ഷാത്കരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദിക്ക് ചോദിക്കാം, അതിന് ഈശ്വരൻ ഉണ്ടായിട്ട് വേണ്ടേ ഇനി ആര് സാക്ഷാത്കരിക്കാൻ? ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ഇറക്കണോ വേണ്ടയോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചതാണ്. കാരണം നമ്മുടെ നാടാണെന്നേ എന്തിട്ടാലും അതിൻ്റെ നെഗറ്റീവേ കാണത്തുള്ളൂ. അപ്പം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് കാണും. അതുകൊണ്ട് എന്തിനാണ് അതിന് പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിശ്വസിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം അവർക്കുണ്ടാകുമെന്നൊരു തോന്നലുണ്ട്. അപ്പം അത് എനിക്കറിയാവുന്ന ആ കാര്യങ്ങൾ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കണം. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ. ഇത് 1,00,000 പേര് കേട്ടാൽ 10 പേര് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ആ 10 പേരിൽ തന്നെ മനസ്സിലായില്ലേ, 5 പേരെ ഇത് പറയുന്നത് പോലെ പരിശീലിക്കാൻ തുടങ്ങും. ആ 5-ൽ തന്നെ 3 പേര് അവസാനം പകുതി വഴിക്ക് ഇട്ടിട്ടങ്ങ് പോകും. ഒരാൾ അവസാന നിമിഷം ഇട്ടിട്ട് പോകും. പിന്നെ ഒരേ ഒരാൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ കേട്ടെ, ദൈവം ഉണ്ടോ ഇല്ലയോ, ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ സാക്ഷാൽ ശ്രീബുദ്ധൻ ഒരിക്കലും ദൈവം എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? അതേ കണക്ക് പ്രശസ്ത ഗുരുവായ ആരാണ്? ഓഷോ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മനസ്സിലായി, എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം ഓഷോയുടെ പുസ്തകങ്ങളും കളക്ഷൻസും. ഒരു ഗുരു എന്ന നിലയിൽ ഓഷോയെ ഞാൻ വളരെ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഓഷോയും നമ്മുടെ സാക്ഷാൽ ശ്രീബുദ്ധനും ഇവരെല്ലാവരും പറയുന്നത് എന്താണ്? ആരും ദൈവം എന്നൊരു വാക്കേ ഉച്ചരിക്കുന്നില്ല. ഇവരുടെ എല്ലാം അഭിപ്രായം ദൈവമില്ല. അതാദ്യം മനസ്സിലാക്കുക. ബുദ്ധനായാലും ശരി, ഓഷോ ആയാലും ശരി, വർദ്ധമാന മഹാവീരനായാലും ശരി, അവരെല്ലാവരും പറയുന്നത് ദൈവമില്ല, പക്ഷേ ദൈവീകതയുണ്ട്. അതാണ് പറയുന്നത്. ബുദ്ധൻ ഒരിടത്തും ദൈവം എന്ന പേര് പറഞ്ഞിട്ടില്ല. വളരെ സൂക്ഷിച്ച് ബുദ്ധൻ സംസാരിക്കാറുള്ളൂ എന്നും പറഞ്ഞ് ബുദ്ധൻ കാഷായമൊന്നും കളഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവർ പറയുന്നത് ബുദ്ധനും ആധുനിക കാലത്തേക്ക് വന്നാൽ ഓഷോയും, അല്ലാതെ ബുദ്ധനെയും ഓഷോ എന്ന ഗുരുവിനെയും കൂടെ ഞാൻ ഒന്നിച്ച് താരതമ്യം ചെയ്യുകയല്ല. അപ്പോൾ അവർ പറയുന്നത് ദൈവം എന്നൊന്നില്ല, പക്ഷേ ദൈവീകതയുണ്ട്. ദർ ഈസ് നോ ഗോഡ് ബട്ട് ഗോഡ്ലിനെസ് എന്നാണ് ഇവർ പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ദൈവമുണ്ട് എന്നതിന് ദൈവവിശ്വാസികൾക്ക് തെളിവുണ്ട്. ദൈവമില്ല എന്നതിന് നിരീശ്വരവാദികൾക്ക് തെളിവില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു നിരീശ്വരവാദി ദൈവമില്ല എന്ന് പറയുമ്പോൾ അതിന് തെളിവ് കാണിക്കാൻ നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് കാണിക്കാൻ പറ്റില്ല. ദൈവമുണ്ടോ എന്നതിന് തെളിവ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. അപ്പം യഥാർത്ഥ അന്ധവിശ്വാസി എന്ന് പറയുന്നത് ദൈവവിശ്വാസികളല്ല, നിരീശ്വരവാദികളാണ്. അന്ധമായി വിശ്വസിക്കുന്നു. ദൈവമില്ല എന്ന് അന്ധമായിട്ട് അവർ വിശ്വസിക്കുന്നു. അവരോട് നമുക്ക് പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം, ദൈവമുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ നിരത്താൻ പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് ശ്രീബുദ്ധൻ, ശ്രീനാരായണ ഗുരുവും ശ്രീബുദ്ധനും ഒക്കെ പറഞ്ഞത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നെനിക്കറിയണം. ഇല്ല എങ്കിൽ നാരായണ ഗുരു അത് വളരെ വ്യക്തമാക്കിയതാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയണം. ദൈവമില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഈ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയണം. ആരും കബളിപ്പിക്കപ്പെടരുത്. ഇതുപോലെയാണ് ബുദ്ധനും. ഓർമ്മിക്കുക, ബുദ്ധൻ എന്ന് പറയുന്നത് രാജാവ്, ചക്രവർത്തിയായിരുന്നു. എല്ലാ സുഖങ്ങളും അനുഭവിച്ച ആളാണ്. അദ്ദേഹം കാഷായം ധരിച്ചു പോയിട്ട് വെറുതെയാണ്. ആ ദൈവീകത ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ കാട്ടിൽ പോയി അദ്ദേഹം ഇരിക്കേണ്ട കാര്യമുണ്ടോ? താൻ അനുഭവിച്ച സുഖം അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ ഒരു ചക്രവർത്തി എന്ന നിലയിൽ താൻ അനുഭവിച്ച സുഖത്തേക്കാൾ ഒരു വലിയ സുഖം, അത്യധികമായ ഒരു സുഖം
കാവി ഉടുത്തിരുന്ന് ധ്യാനിച്ച് ദൈവത്തെ കണ്ടപ്പോൾ തോന്നി, ആ ദൈവീകത അനുഭവിച്ചപ്പോൾ തോന്നി. അല്ലായിരുന്നെങ്കിൽ ബുദ്ധനും ശ്രീനാരായണ ഗുരുവും എല്ലാം എന്ത് ചെയ്തേനെ? തിരിച്ചു വന്നേനെ. സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവരൊക്കെ കള്ള സന്യാസിമാരാണെന്ന് പറയണം. മനസ്സിലായില്ലേ? ദൈവമുണ്ട്, ഇവരൊക്കെ നല്ല സന്യാസിമാരാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറെ ആൾ ദൈവങ്ങൾ അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആൾ ദൈവങ്ങളെല്ലാം കൂടെ ചിലരാണെങ്കിൽ പറ്റിപ്പും നടത്തും. ഇവര് സത്യം പറഞ്ഞാൽ ഈ ദൈവത്തിനും കൂടെ വേണ്ടയും കൂടെ വില കളയുന്നവരാണ് ഇവരെന്ന് പറയുന്നത്. അതാണ് ഈ കുഴപ്പം ചെയ്യുന്നത്. അവിടുന്നാണ് ഈ സംശയങ്ങൾ വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. എന്തുകൊണ്ടാണ് നിരീശ്വരവാദികൾ അന്ധവിശ്വാസികളാണെന്ന് പറയുന്നത്? കാരണം ദൈവവിശ്വാസികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പലപ്പോഴും ഒരു നിരീശ്വരവാദിക്ക് കഴിയുന്നില്ല. അവർ പറയും ആദിയിൽ ഈ ഭൂമിയിൽ ജീവൻ ഒരു ഏകകോശ ജീവിയായിട്ട് വന്നു. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, അത് എന്തുകൊണ്ട് ഒരു ദ്വികോശ ജീവിയായില്ല? അത് എന്തുകൊണ്ട് ഏകകോശ ജീവിയായി? സയൻസ് പറയും 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ ജലം കിട്ടുമെന്ന്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നപ്പോൾ എന്തുകൊണ്ട് ജലമായി? അത് എന്തുകൊണ്ട് വല്ല ഹൈഡ്രജൻ പെറോക്സൈഡോ നൈട്രജനോ ഒക്കെ ആയില്ല? 2. ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന അവരോട് നമുക്ക് ചോദിക്കുന്ന ചോദ്യം, ഇന്ന് വരെ ലോകത്ത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർത്ത് ജലം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് മഹാനായ ഓഷോ ഗുരു ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ജലക്ഷാമമില്ല. അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇഷ്ടം പോലെ ഓക്സിജൻ ആറ്റം ഉണ്ട്. എടുത്തിട്ട് അതിൽ നിന്ന് വെള്ളം ഉണ്ടാക്കി നമുക്ക് പിന്നെ ഉണക്കും ഒന്നിൻ്റെയും കാര്യമില്ലല്ലോ, നമുക്ക് ജലം തരാമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർത്ത് ജലം നിർമ്മിക്കുന്നില്ല? കാരണം അനേകം ഘടകങ്ങളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ നിരീശ്വരവാദികൾക്ക് ഞാൻ ഷേക്കൻഡ് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദികൾ പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുന്നതേ വിശ്വസിക്കൂ, അനുഭവിച്ചറിയുന്നതേ വിശ്വസിക്കൂ, തെളിവില്ലാത്തത് വിശ്വസിക്കില്ല. നിങ്ങൾ അന്ധവിശ്വാസികളാണ്. ഒരു കാണാതെ പെട്ടെന്ന് എന്താണെന്ന് അറിയാതെ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ, നിങ്ങൾ നിരീശ്വരവാദിയാണെന്നുള്ളത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം. എന്തിൻ്റെ സർട്ടിഫിക്കറ്റ്? നിങ്ങളുടെ അച്ഛൻ ഇപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പേര് ഗോപാലൻ എന്നാണെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയപ്പം ഗോപാലനാണ് എൻ്റെ അച്ഛനെന്ന് തെളിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു നോക്കണം. കാരണം ഈ ആൾ തന്നെയാണ് നിങ്ങളുടെ അച്ഛനെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ലല്ലോ. ഇവിടെ അമ്മ പറഞ്ഞു തന്നതാണ്, അമ്മ കള്ളം പറഞ്ഞൂടെ? എത്രയോ എടുത്ത് നമ്മളായിരിക്കുന്നു. ഒരു ആളുമായിട്ട് അടുപ്പമുണ്ട്, പ്രഗ്നൻറ്റിൻ്റെ ആ ലക്ഷണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പിടിച്ച് വേറൊരാളെ കല്യാണം കഴിപ്പിക്കുന്ന എത്രയോ കേസസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്തു ചെയ്യുന്നു? എൻ്റെ അമ്മ അങ്ങനത്തെ ആളല്ല എന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞു, മോനെ ഇതാ അച്ഛൻ എന്ന് പറഞ്ഞപ്പം ഈ നിരീശ്വരവാദി വിശ്വസിക്കാൻ തുടങ്ങി. അവിടെ അമ്മയെ ചോദ്യം ചെയ്താൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും. അപ്പം അവനവൻ്റെ കാര്യം വരുമ്പോൾ വെള്ളം തൊടാതെ അന്ധവിശ്വാസങ്ങൾ വീഴുന്ന, മനസ്സിലായില്ലേ? നമ്മുടെ അമ്മയ്ക്ക് അവരുടെ വിവാഹത്തിന് മുമ്പ് പ്രണയങ്ങളുണ്ടോ ഇല്ലയോ, 101% ഡീസൻ്റ് ആണോ, നമ്മുടെ അച്ഛൻ ഡീസൻ്റ് ആണോ, ആർക്കറിയാം? അത് നമ്മൾ വിശ്വസിക്കുകയാണ്. എൻ്റെ അമ്മ അങ്ങനെ പോകില്ല എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇനി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അലുവയാണോ നല്ലത്, ജിലേബിയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും തിന്നവനല്ലേ പറ്റൂ. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നറിയാൻ പുരാണത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിരീശ്വരവാദികൾ എപ്പോഴെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് അവർക്ക് ദൈവീകത അനുഭവപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നു നിരീശ്വരവാദി. അത് ഒന്നും ചെയ്യാതെ, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവനും മണ്ടൻ, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവനും വിഡ്ഢി. എന്തുകൊണ്ട്? രണ്ടിനും അധ്വാനത്തിൻ്റെ കാര്യമില്ല. ആ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ അധ്വാനം എന്തിന്? ബുദ്ധി പ്രയോഗിക്കുന്ന എന്തിന്? ദൈവം ഇല്ല ഞാൻ നിരീശ്വരവാദി എന്ന് പറയുന്നതിനും ബുദ്ധി പ്രയോഗിക്കുന്ന എന്തിന്? ബുദ്ധിയുള്ളവൻ അങ്ങനല്ല, അത് തിരക്കി ചെല്ലും,
അതിൻ്റെ വഴികളിലൂടെ ചെല്ലും. ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ഞാൻ ജ്യോതിഷം പോലും പഠിച്ചത് അങ്ങനെയാണ്. ജ്യോതിഷം സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. അപ്പം നിങ്ങളോട് ഇനി ഞാൻ പറയാൻ പോവുകയാണ്, ദൈവം ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി. നിങ്ങൾ മുനിമാരൊന്നും ആകണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന കണക്ക് ചെയ്താൽ കൃത്യമായും നിങ്ങൾ ആ ദൈവീകത അനുഭവിച്ചറിഞ്ഞിരിക്കും. ഒരു വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നിരീശ്വരവാദികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഫെയിലിയർ ആകുന്നെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് സമ്മതിച്ചു. പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിക്കും, സാറ് സാക്ഷാത്കരിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓരോ പ്രേക്ഷകരോടും പറയാനുള്ളത്, ദൈവീകത അനുഭവിച്ചറിയുന്നവൻ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടരുത്, മിണ്ടത്തില്ല. അതാണല്ലോ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുമല്ലോ, ബ്രഹ്മം നാവ് കൊണ്ട് ഉച്ചരിച്ച് എച്ചിലാക്കാൻ പറ്റില്ല. അത് കടലിൻ്റെ ആഴമിളക്കാൻ ഇറങ്ങിയ ഉപ്പുവാവയെ പോലെയാണ്. കടലിൻ്റെ ആഴമിളക്കാൻ ഉപ്പുവാവ ഇറങ്ങിയാൽ അതൊരിക്കലും തിരിച്ചു വരില്ല. അതുകൊണ്ട് ഞാൻ അനുഭവമില്ലാത്തതൊന്നും നിങ്ങളോട് പറയാറില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മറ്റുള്ളവരെ പോലെ പറ്റിക്കാനോ വഴിതെറ്റിക്കാനോ ആഗ്രഹിക്കില്ല. കാരണം ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതിലെ ഫിനാൻഷ്യൽ സൈഡേ ഞാൻ നോക്കുന്നില്ല, അനാഥാലയത്തിനാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇതനുസരിക്കുക. നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഒരു ദിവസം 10 മിനിറ്റ് എന്തും ബോധപൂർവം ചെയ്യുക. എന്താണ് ഈ ബോധപൂർവം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരു റണ്ണിങ് കമൻ്ററിയോടുകൂടി ചെയ്യുക. 10 മിനിറ്റ് മതി, 10 മിനിറ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ വെണ്ടയ്ക്ക അരിയുന്നു. അപ്പം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. 10 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഇത് വെണ്ടയ്ക്ക ഞാൻ പിച്ചാത്തി എടുത്തു കഴിഞ്ഞു, ഞാൻ ഇത് വളരെ അതിമനോഹരമായിട്ട് ഞാൻ ഇങ്ങനെ അരിയുകയാണ്. സ്റ്റെപ്പ് കയറുന്നു. അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാൻ സ്റ്റെപ്പ് കയറുകയാണ്, 1 2 3 4. ഇത് മനസ്സിൽ പറഞ്ഞാൽ മതി. ഉറച്ചു പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരാ വട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അറിയാതെങ്ങാണം ആ സമയത്ത് 5 അടി സ്റ്റെപ്പ് കയറിയാൽ ഒന്നും കൂടെ തിരിച്ചിറങ്ങണം. തിരിച്ചിറങ്ങിയതിന് ശേഷം വീണ്ടും നിങ്ങൾ 1 എന്ന് കയറണം. നിങ്ങൾ കുളിക്കാൻ കുളിമുറി കയറുന്നു, ബോധപൂർവം കുളിക്കുക. നിങ്ങൾ പറയണം, ഞാൻ മഗ്ഗിൽ വെള്ളം എടുത്തു കഴിഞ്ഞു, എൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു, ആ വെള്ളത്തിൻ്റെ തണുപ്പ് എന്തൊരു രസം, ഞാൻ സോപ്പ് എടുത്തു, കുളിച്ച് തീരുന്നത് വരെ ഒന്നും ചെയ്യുന്നില്ല. ബോധപൂർവം ചെയ്യണം. ഇത് ശ്രീബുദ്ധൻ പറഞ്ഞു തന്ന മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. AR ദിലീപ് കുമാർ പറഞ്ഞതല്ല. ശ്രീബുദ്ധൻ ബുദ്ധനാകുന്നതിന് മുമ്പ്, ബോധോദയം കിട്ടുന്നതിന് മുമ്പ് ശ്രീബുദ്ധനും തൻ്റെ സുഹൃത്തും കൂടെ നടന്നു പോകുന്നു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഈച്ച വന്ന് ശ്രീബുദ്ധൻ്റെ നെറ്റിയിലിരുന്നു. കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധൻ എന്ത് ചെയ്തു? സുഹൃത്തുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുക, ഇങ്ങനെ ആട്ടി ഓടിച്ചു. അത് പറന്നുപോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രീബുദ്ധൻ നിന്നിട്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ആങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല താങ്കൾ എന്തിനാണ് ഇപ്പൊ ഇത് കാണിച്ചത്? ഈച്ച പറന്നു പോയില്ലേ, ഇപ്പൊ എന്തിനാണ് ചെയ്തത്? ബുദ്ധൻ പറഞ്ഞു, ഞാൻ അന്നേരം അത് ബോധപൂർവമല്ല ചെയ്തത്. മനസ്സിലായോ? ബുദ്ധൻ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഉപദേശം ബുദ്ധൻ അന്നേരം പ്രാക്ടീസ് ചെയ്യാണ്. ഏത് പ്രവൃത്തിയും ബോധപൂർവം ഒരു റണ്ണിങ് കമൻ്ററിയോടുകൂടി ചെയ്യുന്നു. ആ സമയത്താണ് അറിയാതെ ബുദ്ധനൊന്ന് വീശിപ്പോയത്. അപ്പം നിന്ന് അറിഞ്ഞുകൊണ്ട് അത് വീശുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 10 മിനിറ്റ് മതി. 10 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? അത് ചെയ്യുക. അതിനുശേഷം ഇതിപ്പോൾ നിങ്ങൾ രാവിലെയാണ് ചെയ്തതെന്നിരിക്കട്ടെ, പിന്നെ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ്, അതിൻ്റെ പകുതി മിനിറ്റ് ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ, അതായത് വേണമെന്നും പറഞ്ഞ് ശ്വാസം മേളിലേക്ക് എടുക്കുക. വേറൊന്നും ചിന്തിക്കരുത്. ഞാനിപ്പോൾ നിങ്ങൾ വേണമെന്നും പറഞ്ഞ് ബോധത്തോടുകൂടി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ഒരു 5 മിനിറ്റ് നിങ്ങളത് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു വ്രതം, ഒരു പ്രതിജ്ഞ എടുക്കണം. ഇന്നത്തെ ദിവസം ഞാൻ സത്യം മാത്രമേ പറയൂ. അത് വ്യാഴാഴ്ചയാണ് ഉത്തമം. കാരണം ഗുരുവിൻ്റെ ദിവസമാണ്, മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ്. അല്ലാത്തവർ, അസൗകര്യമുള്ളവർ മറ്റു ഡേ ആക്കിക്കോ, ഏതെങ്കിലും ഒരു ഡേ മതി. പക്ഷെ വ്യാഴം അത്യുത്തമം.
അപ്പം വ്യാഴാഴ്ച ദിവസം നിങ്ങളൊരു വ്രതമെടുക്കുന്നു. ഇന്നത്തെ ദിവസം എൻ്റെ തല പോയാലും ഞാൻ സത്യം മാത്രമേ പറയൂ. ഒരു ദിവസത്തേക്ക്, ഒറ്റ ദിവസത്തേക്ക്. നാളെ മുതൽ കള്ളം പറഞ്ഞു, വെള്ളിയാഴ്ച തൊട്ട് കള്ളം പറഞ്ഞു. ഒരു ദിവസത്തേക്ക് ഞാൻ സത്യം മാത്രമേ പറയൂ. ഇനി അടുത്തത്, എല്ലാ ഞായറാഴ്ചയും മൗനവ്രതം എടുക്കാൻ പഠിക്കണം. മൗനവ്രതം എടുക്കുമ്പോൾ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എടുക്കാം. ഞങ്ങളൊക്കെ എങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്? എൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയാണ്. മൗനവ്രതം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബുക്കും ഒരു പേനയും വെച്ചേക്കും. നമുക്കിപ്പോൾ നിങ്ങൾക്കൊരു ചായ വേണം, പേപ്പറിനകത്ത് ചായ വേണമെന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഉടനെ അമ്മ ചായ ഇട്ടുകൊണ്ട് വരും. അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അമ്മ എഴുതി കാണിക്കും. ഒരു രസവും കൂടെ ആണത്, അതൊരു വലിയ രസമാണത്. അപ്പോൾ ഒരു ഞായറാഴ്ച മൗനവ്രതം എടുത്താലും പോരാ, കഴിയുന്നത്ര പുറത്തോട്ടിറങ്ങാതിരുന്നാൽ അത്യുത്തമം. പുറത്തോട്ടിറങ്ങി ഇറങ്ങി മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാതെ നിങ്ങളിരിക്കുക. അപ്പം ഒരു ഞായറാഴ്ചയും നിങ്ങൾ മൗനവ്രതം എടുക്കുക. ആഴ്ചയിൽ 2 ദിവസം വെജിറ്റേറിയൻ ആവുക. മത്സ്യമാംസം കഴിക്കുന്നവരുടെ കാര്യമാണ്, അല്ലാത്തവർക്കല്ല. മത്സ്യമാംസം കഴിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ വെജിറ്റേറിയൻ ആവുക. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യണം. ഇന്നത്തെ ദിവസം ഞാൻ എന്തു വന്നാലും ആരോടും കോപിക്കുകയില്ല. അന്നത്തെ ദിവസം ഇനി എത്ര പ്രകോപനം ഉണ്ടായാലും കോപിക്കരുത്. അതാ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും കോപിക്കരുത്. വളരെ ശാന്തമായിട്ട് മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അന്നേ ദിവസം വളരെ വളരെ കരുണയോടുകൂടി എല്ലാവരോടും പെരുമാറാനായിട്ട് ജീവിക്കണം. ഒരു ദിവസമെങ്കിലും സ്നേഹത്തോടെ നിങ്ങൾ ജീവിക്കാനായിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊന്ന് ബോബി ജോസ് കട്ടക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്മസിന് ഒരാൾ വിചാരിക്കുന്നു, ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് യേശുവായി ജീവിക്കണം. യേശു കാരുണ്യവാനാണ്, എല്ലാവർക്കും ഓരോരോ ഹെൽപ്പ് ചെയ്ത് കരുണ കാണിച്ച് ഒരു ദിവസം ഞാൻ യേശുവായി ജീവിക്കുന്നു. അതുപോലെ ഇനി ഭാര്യാഭർത്താക്കന്മാർ ശാരീരിക ബന്ധം പ്രണയത്തോടെ മാത്രം ചെയ്യാൻ പഠിക്കണം. കാമം തോന്നിയല്ല ചെയ്യേണ്ടത്. ഭാര്യയെ നല്ല സ്നേഹിക്കുക. ഭാര്യയെ നല്ല സ്നേഹിച്ച് അവളോട് നീ എൻ്റെ പ്രാണനാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ തലമുടി മാടി ഒതുക്കി അവളുടെ കവളത്ത് തട്ടി അവളെ നെഞ്ചിൽ കിടത്തി ഉറക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രണയത്തിൻ്റെ തീഷ്ണതയിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് പോവുക. ഇനി ഒരു വലിയ പോയിന്റ് ഉണ്ട്. അത് മഹാന്മാരായ ഗുരു ഓഷോയെ പോലുള്ള ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ ഇത് ഒരുപാട് ഇതിനെക്കുറിച്ച് അറിഞ്ഞവരാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതായത് ശാരീരിക ബന്ധം അവസാനിക്കുന്ന ആ നിമിഷം നിങ്ങൾക്കൊരു മുനിയുടെ മനസ്സാണ്. ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ്. നമ്മൾ വിചാരിക്കുന്ന നേരെ തിരിച്ചാണ്. അതെന്തൊരു വൃത്തികെട്ട സമയം. അതിന് ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സാധനമല്ല. അത് നിങ്ങൾ വൃത്തികെട്ടതെന്ന് കരുതിയാൽ അത് വൃത്തികേടാകുന്നു. അത് പരിശുദ്ധമാണ്. അത് പ്രണയമില്ലാതെ ഏർപ്പെടുമ്പോഴാണ് അത് വൃത്തികേടായി മാറുന്നത്. നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് തൃപ്തി വന്നു കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ കാമം ഒഴിഞ്ഞു, നിങ്ങളുടെ മനസ്സ് നിശ്ചലമായി. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ദേഹം ഒന്ന് കഴുകുക. തല കുളിക്കണ്ട, ദേഹം ഒന്ന് കഴുകി ശുദ്ധി വരുത്തിയതിന് ശേഷം ഒരല്പനേരം നിങ്ങളുടെ ഇഷ്ടദേവനെ ധ്യാനിച്ച് ഒരൊറ്റ ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം ഉള്ളിലെ കാമമാണ് നിങ്ങളുടെ മനസ്സിനെ പലതിലേക്ക് വിടുന്നത്. ഈ കാമം അടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് അപാര ശാന്തമാണ്, മറ്റൊരു ചിന്തയും വരില്ല. ഇനി ദേഹം കഴുകാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആ കട്ടിലിൽ കിടന്നുകൊണ്ട് നിങ്ങൾ അല്പനേരം നിങ്ങളുടെ ഇഷ്ടദേവനെ സ്മരിച്ച് ഒരിക്കലും നിങ്ങൾ കരുതണ്ട, അയ്യോ ഞാനൊരു അശുദ്ധിയിലല്ലേ. അശുദ്ധി ദേഹത്തിനാണ്. ഈ ദേഹം ഇവിടെ ചുടുകാട്ടി കത്തിച്ച് കളഞ്ഞിട്ടാണ് പോകുന്നത്. ഈ ദേഹവും കൊണ്ട് നിങ്ങൾ അവിടെ പോകുന്നില്ല. അപ്പോൾ ശാരീരിക ബന്ധം കഴിഞ്ഞുള്ള അവസ്ഥ അത് 2 കാര്യങ്ങൾക്ക് കൊള്ളാം. ശാരീരിക ബന്ധം കഴിഞ്ഞുള്ള അവസ്ഥ ഈശ്വരനെ കാണണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ആ പുരുഷൻ ആ സ്ത്രീയുടെ മനസ്സിലായില്ലേ, ആ സ്ത്രീയുടെ ദേഹത്ത് തന്നെ കിടന്നിട്ട് അവളെ അങ്ങേയറ്റം പ്രണയത്തിൻ്റെ പരകോടിയിലെത്തിക്കാൻ പറ്റും. ലാളിച്ച് അവിടുന്നാണ് സ്നേഹം തുടങ്ങുന്നത്. കാമം അവസാനിക്കുന്നിടത്തു നിന്നാണ് യഥാർത്ഥ സ്നേഹം തുടങ്ങുന്നത്.
ആ കാമസംതൃപ്തി വന്നു കഴിയുമ്പോൾ പിന്നെ സ്നേഹമാണ്. അത് ചെയ്യാതെ നമ്മൾ തിരിഞ്ഞു കിടന്ന് ഉറങ്ങിക്കളയും പുരുഷന്മാർ. അങ്ങനല്ല, അത് സ്നേഹമില്ല, അവർക്ക് കാമം കൊണ്ട് മാത്രം വന്നതുകൊണ്ടാണ്. ഈശ്വരനെ കാണണമെന്നുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊരു ധ്യാനാവസ്ഥയാണെന്നറിയുക, നിങ്ങളുടെ മനസ്സ് നിശ്ചലമാണെന്നറിയുക. അതേ കണക്ക് തന്നെ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ, ഒരു പച്ചവെള്ളം കുടിക്കുമ്പോൾ പോലും അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം കഴിക്കുക. ഭഗവാനെ ഞാനിത് കഴിക്കുകയാണേ എന്ന് പറഞ്ഞ് ഭഗവാൻ, അവിടെ ഒരു മന്ത്രമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ ചൊല്ലണ്ട. ഭഗവാന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ ഞാനിത് കഴിക്കുകയാണേ എന്ന് പറയുക. നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവരെ നമസ്കരിക്കുക. നിങ്ങളുടെ ജന്മജന്മാന്തര പാപങ്ങൾ എരിഞ്ഞാലേ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റൂ. നിങ്ങളുടെ അമ്മ അച്ഛൻ അവർ നിങ്ങളോട് എത്ര മോശമായോ പെരുമാറുന്നതാകട്ടെ, പക്ഷെ നിങ്ങൾ അവരുടെ കാല് തൊട്ട് തൊഴുകുമ്പോൾ അവരുടെ മനസ്സ് തണുക്കുമ്പോൾ ഒരു ഊർജം വരുന്നുണ്ട്. ഇതൊക്കെ ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ റിസർച്ച് ചെയ്തിട്ട് അവരിതൊക്കെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ദിവസവും നിങ്ങൾ ചെടികളെ നനയ്ക്കണം, അവരോട് വർത്തമാനം പറയണം, അവരെ തലോടണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പക്ഷികൾക്ക് കൊടുക്കണം, പൂച്ചകൾക്കൊക്കെ വെളിയിൽ വിളമ്പി വെച്ചാൽ മതി. ഉറുമ്പുകൾക്ക് ആഹാരം കൊടുക്കണം, അത് വീട്ടിൽ കൊടുക്കണ്ട. കുറച്ച് പഞ്ചസാര വീടിന് പുറത്ത് നമുക്ക് ശല്യം ഉണ്ടാകാത്ത സ്ഥലത്ത് പഞ്ചസാര തൂറ്റിയാൽ മതി. അപ്പോൾ ഉറുമ്പുകൾ വന്നത് കഴിഞ്ഞുകൊള്ളും. നിങ്ങൾ ആരെങ്കിലുമായിട്ട് പിണങ്ങിയിരിക്കുന്നെങ്കിൽ അവരെ വിളിച്ച് നിങ്ങളെ ഇണങ്ങുക. ഒരു കാരണവശാലും ഇറച്ചി കഴിക്കാൻ പാടില്ല. ഈ പറഞ്ഞ രീതിയിൽ 1 മാസം നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2ാമത്തെ മാസം മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് അരമണിക്കൂർ വീതം. നേരത്തെ നമ്മൾ 10 മിനിറ്റാണ് ബോധപൂർവം ചെയ്തത്. ഇതങ്ങനല്ല, അരമണിക്കൂർ വീതം ബോധപൂർവം കാര്യങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് 10 തൊട്ട് 10:30 വരെ ഞാൻ എന്തും ബോധപൂർവം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം നടക്കുകയാണ്. തീവണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ തീവണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വണ്ടി വന്നു, ഞാൻ അതിനകത്ത് കയറി. വേറൊന്നും ചിന്തിക്കരുത്, ആ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളുടെ കൂമ്പാരത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരേ ഒരു തടസ്സം ആരാണ്? ഈ മനസ്സാണ്. ആ മനസ്സ് മാറിയാൽ ദൈവത്തെ കാണാം. നിങ്ങൾ ഒരിക്കലും കരുതരുത് ദൈവം അങ്ങ് ആകാശത്തിരിക്കുന്ന ഒരാളാണ്, അവിടുന്ന് നിങ്ങൾക്ക് ദർശനം തരാൻ വേണ്ടി നൂലി കെട്ടി താഴോട്ട് ഇറങ്ങി വരുമെന്ന് ഒരിക്കലും കരുതരുത്. ദൈവം നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പം അരമണിക്കൂർ ബോധപൂർവം ചെയ്യുക. എന്നിട്ട് വൈകുന്നേരം ഒരു 10 മിനിറ്റ് ബോധപൂർവം നിങ്ങൾ ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. അങ്ങനെ നിങ്ങളൊരു 10 മിനിറ്റ് ബോധപൂർവം ചെയ്യുക. എന്നും കിടന്ന് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഓം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പേര് പറയണ്ട, ഓം എന്ന് മാത്രം പറയുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എല്ലാ വ്യാഴം മാത്രം സത്യം പറയണമെന്ന്. 2ാം മാസം മുതൽ എല്ലാ വ്യാഴവും ചൊവ്വയും ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് വ്രതമെടുക്കുക. അന്ന് കള്ളം പറയരുത്. എല്ലാ ഞായറാഴ്ചയും മൗനവ്രതം കൂടാതെ, മനസ്സിലായില്ലേ? എല്ലാ ഞായറാഴ്ചയും മൗനവ്രതം എടുക്കണം. അതുകൂടാതെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ നിങ്ങൾ മൗനവ്രതം എടുക്കും. രാത്രി 8 മണി മുതൽ 9 മണി വരെയോ അല്ലെങ്കിൽ 9 മണി മുതൽ 10 മണി വരെയോ എല്ലാ ദിവസവും ഓരോ മണിക്കൂറും മൗനവ്രതം. ആഴ്ചയിൽ 3 ദിവസം സസ്യാഹാരം. ആഴ്ചയിൽ 2 ദിവസം ആരോടും കോപിക്കരുത്. ഇങ്ങനെ 2 മാസം തികച്ചാൽ 3ാം മാസം മുതൽ 1 ദിവസം 1 മണിക്കൂർ ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുക. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ സത്യം മാത്രം പറയുക. ആഴ്ചയിൽ 4 ദിവസം സസ്യാഹാരം. ആഴ്ചയിൽ 3 ദിവസം കോപിക്കില്ല എന്ന ഉഗ്രവ്രതം. 4ാം മാസം മുതൽ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരിക്കണം. 4ാം മാസം മുതൽ എല്ലാ ദിവസവും ഇനി സത്യമേ പറയൂ, കൊന്നാൽ കള്ളം പറയില്ല. 4ാം മാസം മുതൽ പരിശീലിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല, പ്രവർത്തിക്കില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല, പ്രവർത്തിക്കില്ല എന്ന് 4ാമത്തെ മാസം തൊട്ട് നിശ്ചയമായും നിങ്ങൾ വ്രതമെടുക്കണം. എന്ന് മാത്രവുമല്ല, 4ാമത്തെ മാസം കൊണ്ട് ശാരീരിക ബന്ധം തീർത്തും ഇല്ലാതാക്കണം.
നിങ്ങൾക്ക് ദൈവിക ദർശനം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും തുടങ്ങിക്കോ. ഒരു 6 മാസത്തേക്ക് ശാരീരിക ബന്ധം പരിപൂർണമായും ഇല്ലാതാക്കണം. 2 നേരം കുളിക്കണം. ആ കുളിക്കുന്ന ജലം നിങ്ങൾ തീർത്ഥമാക്കണം. 4-ാം മാസം മുതലാണ്. അതായത് നിങ്ങൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് മഗ്ഗിൽ അല്പം ജലം എടുത്ത് മോതിര വിരൽ മുക്കിയിട്ട് ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് 9 തവണ ജപിക്കുക. എന്നിട്ട് ആ മഗ്ഗിലെ വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിക്കുക. പിന്നെ നിങ്ങൾ കുളിക്കുന്നത് തീർത്ഥജലത്തിലാകുന്നു. ആ 4-ാം മാസം മുതൽ നിങ്ങൾ ഗായത്രി ജപിച്ചു തുടങ്ങണം. ഗായത്രി എല്ലാവർക്കും അറിയാമല്ലേ, ഓം ഭുവക സുവക എന്നുള്ളതും. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദേവൻ ഏത് ദേവനെയാണോ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് ആ ദേവൻ അല്ലെങ്കിൽ ദേവിയുടെ ഗായത്രിയും കൂടെ ചൊല്ലണം. ഇപ്പോൾ രാധാറാണിയാണെങ്കിൽ ഓം വൃക്ഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയായേ ധീമഹി തന്നോ രാധ പ്രചോദയാത്. ഞാനതാണ് ചെയ്യുന്നത്. എന്നിട്ട് 4-ാം മാസം മുതൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ ഉച്ചവരെ ബോധപൂർവം കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായില്ലേ? ബോധപൂർവം കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ 6 മാസം പോകട്ടെ. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. 6 മാസത്തിന് ശേഷം 24 മണിക്കൂറും ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുക. സ്റ്റെപ്പ് കയറുമ്പം ആ സ്റ്റെപ്പ് കയറുക. അത് വേറെ ചിന്തകൾ വരാതിരിക്കാനാണ് ഞാൻ റണ്ണിങ് കമൻട്രി നടത്താൻ പറയുന്നത്. സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, നടക്കുമ്പോൾ ഞാൻ നടക്കുകയാണ്. ആ റണ്ണിങ് കമൻട്രി നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വേറെ ചിന്ത വരും. അല്ലെങ്കിൽ ആ റണ്ണിങ് കമൻട്രിയുടെ ആവശ്യമില്ല. റണ്ണിങ് കമൻട്രി ഉറച്ചു പറയണ്ട. നിങ്ങൾ വിളക്ക് കഴുകുമ്പോൾ ഞാൻ ദാ ഇപ്പോൾ വിളക്ക് കഴുകുകയാണ്, ദാ ഇപ്പോൾ തുടച്ചു കഴിഞ്ഞു, ദാ അതിലേക്ക് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പിന്നെ അരി വെക്കുമ്പോഴാണെങ്കിൽ ഞാൻ ദാ അരി ഇപ്പോൾ കഴുകുകയാണ്, അരി അതിനകത്തേക്ക് ഞാനിപ്പോൾ എടുത്ത് ഇടുകയാണ്, ദാ അരി എടുത്ത് വെച്ചിരിക്കുകയാണ്, ഞാനിത് കത്തിക്കുകയാണ്, അത് തിളയ്ക്കുന്നത് നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിൽ പറയുക. വേറൊന്നും ചിന്തിക്കാതെ ഇരിക്കുക. ഉറങ്ങുമ്പോൾ ഓം ജപിച്ച് ഉറങ്ങിക്കോളണം. മനസ്സിലായില്ലേ? 6-ാമത്തെ മാസം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്ന സമയത്ത് എന്നും ഓം ഓം എന്ന് ജപിച്ച് നിങ്ങൾ ഉറങ്ങണം. അങ്ങനെ 9 മാസം കഴിയുമ്പോൾ രാത്രി സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഓം എന്ന മന്ത്രം മുഴങ്ങുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മനസ്സിലായ? ഈ ഓം എന്ന മന്ത്രം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞാൻ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാൽ കടലാണ്. പക്ഷേ അർദ്ധരാത്രിക്ക് എപ്പോഴെങ്കിലും ഞാനൊന്ന് ഉണർന്നാൽ കടലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം, തിരയടിക്കുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഇപ്പോൾ പകൽ കേൾക്കാൻ പറ്റത്തില്ല. കാരണം പുറത്തെ ശബ്ദത്തിൽ അകത്തെ ശബ്ദം മുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ വിട്ട് അമ്മയെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, മറ്റവരെ വിരോധിക്കുന്നു. ഈ സ്നേഹവും വിരോധവും രണ്ടും ഈശ്വരനെ കാണാൻ തടസ്സമാണെന്നറിയുക. മനസ്സിലായില്ലേ? ഈ ഭൂമിയിലുള്ള ആൾക്കാരോട് സ്നേഹവും വിരോധവും രണ്ടും ഈശ്വരനെ കാണാൻ തടസ്സമാണ്. ഈ ബഹള കോലാഹലങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ളിൽ കിടക്കുന്ന ഓം ശബ്ദം കേൾക്കാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾക്ക് 9-ാം മാസം കേൾക്കാം. 11-ാം മാസമാകുമ്പോൾ പകൽ സമയത്തും നിങ്ങൾക്ക് ഓം ശബ്ദം കേൾക്കാൻ പറ്റും. ഏത് ബഹളത്തിൻ്റെ ഇടയിൽ നിന്നാലും കേൾക്കാൻ പറ്റും. അങ്ങനെ കേട്ടിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങളോട് അനുഭവിക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ പറയാറേ ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കുക, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും മനസ്സിൽ ഓം മുഴങ്ങിക്കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈശ്വര സാക്ഷാത്കാരത്തിന് സമയമായി. അവിടെ വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? 9 മാസം കഴിയുമ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് ഇഷ്ടം പോലെ ധനം വന്നു ചേരും. അതിസുന്ദരികളായ യുവതികൾ, പുരുഷന്മാരാണെങ്കിൽ അതീവ സുന്ദരികളായ യുവതികൾ പ്രേമാഭ്യർത്ഥനയും ഒക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ അതീവമായ മാദക റാണികൾ നിങ്ങളെ ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കാനായിട്ട് അങ്ങനെയുള്ളൊരു അടുപ്പം നിങ്ങൾക്കങ്ങുണ്ടാകും. അതിനകത്ത് വീണു പോകരുത്. അത് ഓവർകം ചെയ്യുക അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീ ആണെങ്കിൽ നേരെ തിരിച്ചും ധനം വന്നു ചേരും. അതീവ സുന്ദരനും ഉന്നത സ്ഥാനത്തിരിക്കുന്നതുമായ പുരുഷൻ വന്നു ചേരും. പല സിദ്ധികൾ കിട്ടും. അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ കണ്ടില്ലേ, ചില സന്യാസിമാരൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കത്തില്ലേ? അത് നിങ്ങൾക്കും എടുക്കാം. അവർക്ക് മാത്രമല്ല, അത് സിദ്ധിയാണ്. പക്ഷെ അവരൊക്കെ ആ സിദ്ധിയിൽ വീണുപോയി. ആ സിദ്ധിയെ പുല്ലുപോലെ എടുത്തങ്ങ് വെളിയിൽ കളയണം.
മനസ്സിലായില്ലേ? ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഇതിനും അപ്പുറമുള്ളതാണ്. ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓം മുഴങ്ങുന്ന സമയത്ത് പറ്റുമെങ്കിൽ, നിർബന്ധമില്ല, പറ്റുമെങ്കിൽ കാശിയിലും ഗയയിലും മധുരയിലോ ബർസാനയിലോ അയോധ്യയിലോ എവിടെയെങ്കിലും ഒരിടത്തോ എല്ലായിടത്തോ ഒക്കെ ഒരു യാത്ര പോകുന്നത് ഈ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കും. കാരണം വൻ പ്രലോഭനങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് വരുന്നത്. ഒരുമാതിരിപ്പെട്ടവർ അതിനകത്ത് എന്ത് ചെയ്യും? വീണു പോകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തു നിന്നായിരിക്കും പുരുഷന് സ്ത്രീകൾ പ്രണയാഭ്യർത്ഥന വരുന്നത്, സ്ത്രീക്ക് അതേ കണക്ക് വരും. അതിലാണ് നമ്മൾ വീണു പോകുന്നത്. ഇതിനെ നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ, അതിനെ പുല്ലുപോലെ, ആ പ്രണയമൊക്കെ വന്ന പുല്ലുപോലെ തട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ ഈശ്വരൻ വരാൻ സമയമായി. ഈ സമയത്ത് നിങ്ങൾക്ക് ഉറക്കത്തിൽ ഒരു അഗ്നിഗോളം കാണാൻ സാധിക്കും. നിങ്ങൾ പറയും, സാറേ ഞാൻ ഇപ്പോഴും അഗ്നിഗോളം കാണുന്നുണ്ട്. ആ അഗ്നിഗോളമല്ല, അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ചില തോന്നലുകളും ചില പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ രീതികളും ഒക്കെയാണ്. ഇത് സാധനയിലൂടെ ചിട്ടപ്പെടുത്തി വരുന്നതാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു അഗ്നിഗോളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും. അതിനുശേഷം രാത്രിയുടെ 1-ാം യാമത്തിൽ നിങ്ങൾ ഉറക്കം എഴുന്നേക്കണം. രാത്രിയുടെ 1-ാം യാമം അല്ലെങ്കിൽ ഒരു 1 മണി 2 മണി സമയത്തൊക്കെ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവമേതോ ആ ദൈവത്തെ നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങണം. അങ്ങനെ കണ്ണുമടച്ച് നിങ്ങളങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രകാശം വരും. ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഉജ്ജ്വലമായ ഒരു പ്രകാശം വരുന്നത് കാണാം. അതിനകത്ത് മുഴുകി ഇങ്ങനെ ഇരിക്കുക. അത് കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. ഓർമ്മിക്കുക, ഏറ്റവും ഉത്തമമായ സമയം 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ്. ആ 1 മണിക്കും 3 മണിക്കും നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഈ പ്രകാശം വരും. ആ പ്രകാശത്തിൻ്റെ ചൂട് നിങ്ങളുടെ ദേഹത്ത് തട്ടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഏത് ദേവൻ, ഇപ്പം ഞാനാണെങ്കിൽ രാധാറാണി, ആ ദേവൻ്റെ മന്ത്രം അങ്ങോട്ട് ചൊല്ലുക. ഓം രാധായേ സ്വാഗ, ഓം രാധായേ സ്വാഗ. അപ്പം നിങ്ങളുടെ മുന്നിൽ ആ രൂപം കാണാം. ആ സ്വർണ്ണപ്രഭയിൽ നിങ്ങളുടെ ഇഷ്ടദേവൻ അല്ലെങ്കിൽ ഇഷ്ടദേവത അവർ നിങ്ങളോട് സംസാരിക്കത്തതുമില്ല, ഒന്നുമില്ല. ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന വികാരം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ലോകത്തൊരിക്കലും പറ്റില്ല. അത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റൂ. നമുക്കൊന്നും പറ്റില്ല. അവിടെ പിന്നെ നമുക്ക് എന്താ പറയേണ്ടത്? നിരീശ്വരവാദി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തോറ്റെന്ന് പറഞ്ഞ് കൈകൂപ്പാനേ പറ്റൂ. കാരണം അത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വേറൊരു ലോകത്താണ്, നിങ്ങൾ പരമാനന്ദത്തിലാണ്. പരമാനന്ദം, സർവ്വ ദുഃഖങ്ങളും മാറി ആനന്ദത്തിൻ്റെ പരകോടിയിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് ഒരിക്കൽ അങ്ങനെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. അതൊരു ബുദ്ധിമുട്ടാണ്. 1 മാസത്തിലൊരിക്കലോ, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കലോ മാത്രം അങ്ങനെ ഇരിക്കുക. അത് ഭഗവാൻ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ചൈതന്യം. ആ ചൈതന്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആണെങ്കിൽ ആ യേശു ക്രിസ്തു വന്നിരിക്കും. നിങ്ങൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ അവിടെ നിശ്ചയം നിങ്ങൾക്ക് ഭഗവാനെ കാണാം. ആദ്യം നിങ്ങൾ അനുഭവപ്പെടുന്നത് ദൈവീകതയാണ്. ആ ദൈവീകതയാണ് അഗ്നിഗോളമായിട്ടും സ്വർണപ്രകാശമായിട്ടും വന്നത്. അതാണ് ബുദ്ധനൊക്കെ കണ്ടത്. പിന്നെ ബുദ്ധൻ ഒരു രൂപത്തിൽ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ആ രൂപത്തിലേക്ക് ബുദ്ധൻ പോയില്ല. നിങ്ങൾക്ക് രൂപത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്വർണപ്രകാശം, നിങ്ങൾ ഏത് രൂപം, നിങ്ങൾ ശിവനാണെങ്കിൽ അവിടെ ശിവന്റെ രൂപത്തിൽ ആ സ്വർണപ്രകാശം വന്നിരിക്കും. നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു, നിങ്ങളിത് ശ്രമിച്ചു നോക്ക്. നിശ്ചയമായും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായിരിക്കും. ഇത് വിശ്വസിക്കാത്തവർ പൊയ്ക്കോട്ടെ, അത് എൻ്റെ വിഷയമല്ല. അതിനും ഇതൊക്കെ വിശ്വസിക്കണമെങ്കിലും ജന്മജന്മാന്തര പുണ്യം വേണം. ഈ വിശ്വസിച്ചാലും പോരാ, ഇത് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം വേണം. ലക്ഷക്കണക്കിന് ജന്മങ്ങളുടെ പുണ്യമുണ്ടെങ്കിലേ ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റൂ. അതില്ലാത്തവർക്കൊക്കെ ഇത് കള്ളവും ചുമ്മാതെ പറ്റിപ്പുമായിട്ട് തോന്നും. ആ വിശ്വാസം ഉള്ളവരിൽ തന്നെ, മനസ്സിലായില്ലേ, 1 കോടിയിൽ 2-3 പേര് മാത്രമേ നിശ്ചയദാർഢ്യത്തോടുകൂടി പിന്തുടരൂ. ഞാനാണ് പറയുന്നത്. നിരീശ്വരവാദികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാനും നിരീശ്വരവാദിയായി തരാം. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈശ്വരനെ കണ്ടില്ലെങ്കിൽ പറ, ഞാൻ നിരീശ്വരവാദിയായി തരാം. പക്ഷേ നിങ്ങൾ കണ്ടിരിക്കും. ഇങ്ങനെ പോയിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടുള്ളവർ വിളിച്ചു പോവത്തില്ല. അതേ ഉള്ളൂ പ്രശ്നം.
നിറകുടം തുളുമ്പാറില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നേർവഴിക്ക് നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരിതിലേക്ക് വരുന്നവർ വരട്ടെ, അതെൻ്റെ ഒരു കടമ എന്ന നിലയിൽ ഞാൻ പറഞ്ഞതാണ്. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഡു ഇറ്റ് ഓർ നോട്ട്. നിങ്ങളിത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ, ചെയ്തു നോക്കുകയോ ചെയ്തു നോക്കാതിരിക്കുകയോ, ചെയ്തു നോക്കിയാൽ ഈശ്വര സാക്ഷാത്കാരം നിശ്ചയം 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 കിട്ടിയിരിക്കും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.